Hi friends. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പിഒകെയുടെ പാർട്ട് 1ലെ ക്ലോസ് 12, 13 ആൻഡ് 14. ക്ലോസ് 12 ആണ് പ്രീപേയ്മെന്റ് ഓഫ് പോസ്റ്റേജ് ഇൻ ക്യാഷ്. ക്ലോസ് 12 എന്താണ്? പ്രീപേയ്മെന്റ് ഓഫ് പോസ്റ്റേജ് ഇൻ ക്യാഷ്, അതായത് ക്യാഷ് മുൻകൂട്ടി പേ ചെയ്യുക. Certain important post office are authorized by the head of the circle to realize the postage charges in cash from firms or other persons who post a very large number of unregistered packets subject to a minimum of 100 packets at a time in big cities and 250 in small towns. ഇതിൽ പറയണത് എന്താണ്? പോസ്റ്റേജ് നമ്മൾ മുൻകൂട്ടി പേ ചെയ്യണം. എങ്ങനത്തെ കണ്ടീഷൻസിലാണ്? അതായത് ഒന്നില്ലെങ്കിൽ ലാർജ് ഫേംസോ അല്ലെങ്കിൽ പേഴ്സൺസോ. ടൗണിലാണെങ്കിൽ 500 പാക്കറ്റ്സ് അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് പോസ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ സിറ്റീസ്, അതായത് സ്മോൾ സിറ്റീസ് ആണെങ്കിൽ 250 ഇൻ സ്മോൾ ടൗൺസ്. അപ്പൊ എന്താണ് പ്രീപേയ്മെന്റ് പോസ്റ്റേജ് ഇൻ ക്യാഷ് പറയുന്നത്? അതായത് 500 പാക്കറ്റ്സ് അറ്റ് എ ടൈം ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് 250 ഇൻ സ്മോൾ ടൗൺസ് മസ്റ്റ് പേ പോസ്റ്റേജ് ഇൻ പ്രീപേയ്മെന്റ് ഓഫ് ക്യാഷ്. അതായത് 500 പാക്കറ്റ്സ് ബിഗ് സിറ്റീസിലും 250 പാക്കറ്റ്സ് സ്മോൾ സിറ്റീസിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി എമൗണ്ട് അടക്കണം എന്നാണ് പറയുന്നത്. പ്രീപേയ്മെന്റ് ഓഫ് പോസ്റ്റേജ് ഇൻ ക്യാഷ്. ഇപ്പൊ നോട്ട് ചെയ്യുക, 500 പാക്കറ്റ്സ് അറ്റ് എ ടൈം ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് 250 ഇൻ സ്മോൾ ടൗൺസ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്പോയിൽഡ് ആൻഡ് ഡീഫേസ്ഡ് സ്റ്റാമ്പ്സ്, ക്ലോസ് 13. അപ്പോൾ ക്ലോസ് 13 റിലേറ്റഡ് ടു സ്പോയിൽഡ് ആൻഡ് ഡീഫേസ്ഡ് സ്റ്റാമ്പ്സ്. ഇതിൽ പറയുന്നത് കേടായതും വികൃതവുമായ സ്റ്റാമ്പിനെ കുറിച്ചാണ്. The postage stamps, whether adhesive, embossed or impressed, which have been obliterated, defaced, thrown, cut or otherwise rendered imperfect, or which have any work, letter, figure or design written, printed or impressed upon them otherwise than by the authority of the central government, or which have been cut or otherwise separated from embossed envelopes, postcard or wrappers, cannot be recognized in payment of postage. ഇതിൽ പറയണത് അതായത് പോസ്റ്റേജ് സ്റ്റാമ്പ് എങ്ങനെയൊക്കെ ആവാം, അതായത് എന്താണ്? ഒബ്ലിഗേറ്റഡ്, ഡീഫേസ്ഡ്, ത്രോൺ, കട്ട്. അതായത് എന്താണ്? ഒന്നില്ലെങ്കിൽ ഈ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് നിർത്തലാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ വികൃതമായതായിരിക്കാം, അല്ലെങ്കിൽ കീറിയതോ കട്ട് ചെയ്തതോ ആയ സ്റ്റാമ്പുകൾ നമ്മൾ എന്തിനു ഉപയോഗിക്കുക? പോസ്റ്റേജിന്റെ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതെന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് നഷ്ടമാണ്. അപ്പൊ അതെന്താണ്? ഇതൊരു ഒഫൻസ് ആണ്. ഒഫൻസ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡാണ്. സ്പോയിൽഡ് ആൻഡ് ഡീഫേസ്ഡ് സ്റ്റാമ്പ്സ് എന്താണ് ഇപ്പൊ പറയുന്നത്? പോസ്റ്റേജ് സ്റ്റാമ്പ്സ് വിച്ച് ഹാവ് ബീൻ ഒബ്ലിറേറ്റഡ്, defaced, thrown, cut or otherwise rendered imperfect, or which have any work, letter, figure or design written, printed or impressed upon them otherwise they by the authority of the central government, or which have been cut or otherwise separated from embossed envelopes, postcard or wrappers, cannot be recognized in payment of postage. അതായത് നമ്മൾ ഏതെങ്കിലും ലെറ്ററിൽ നിന്ന് പറിച്ചെടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻവലപ്പിൽ നിന്ന് പറിച്ചെടുത്തതോ ആയ സ്റ്റാമ്പ് ഒരിക്കൽ ഉപയോഗിച്ച സ്റ്റാമ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും പോസ്റ്റേജിന്റെ പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. The special registration envelope provided by the post office cannot be used for the transmission of unregistered postal article. അതായത് പോസ്റ്റ് ഓഫീസിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് എൻവലപ്സ് ഉണ്ട്, സ്പെഷ്യൽ രജിസ്റ്റേർഡ് എൻവലപ്സ്. അതൊരിക്കലും എന്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ല? അൺരജിസ്റ്റേർഡ് പോസ്റ്റൽ ആർട്ടിക്കിളിന്റെ പോസ്റ്റേജ് സ്റ്റാമ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. The perforation of postage stamps with initials or other identifying marks traced in minute holes is not prohibited, provided they do not render the indications regarding the country of origin and the value of stamps illegible. എന്താണ് പറയുന്നത്? അതായത് എന്താണ് പെർഫോറേഷൻ ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് വിത്ത് ഇനീഷ്യൽസ്, അതായത് എന്താ ഒരു സുഷിരമുള്ള സ്റ്റാമ്പ്സ് ആണെങ്കിൽ അതിൽ ഇനീഷ്യൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡന്റിഫൈങ് മാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നോട്ട് പ്രൊഹിബിറ്റഡ് ആണ്. അതോടൊപ്പം പറയണത് the using for the payment of postage or postal fees with the intended to cause to loss to central government of a stamp has already been used for that or any other purpose is an offense under the Indian Penal Code. അതായത് യൂസിങ് ഫോർ ദ പേയ്മെന്റ് ഓഫ് പോസ്റ്റേജ് ഓർ പോസ്റ്റൽ ഫീസ്, അതായത് പോസ്റ്റൽ ഫീസ് കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് മനഃപൂർവ്വം നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിച്ച സ്റ്റാമ്പ് വീണ്ടും ഉപയോഗിക്കുക, അല്ലെങ്കിൽ പോസ്റ്റേജ് കൊടുക്കാതിരിക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓഫൻസ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്. Clause 14 deals with the fictitious stamps.
ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാങ്കല്പികമായിട്ട് നമ്മൾ ഒരു സ്റ്റാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാമ്പ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. ഇതിൽ പറയണത് ദ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് ഫിക്റ്റീഷ്യസ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ഫോർ എനി പർപ്പസ് whatever is prohibited and is an offence punishable under section 263A of the Indian Penal Code. ഇതിൽ പറയണത് നമ്മൾ ഏതെങ്കിലും ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ്സ് മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ റീപ്രൊഡക്ഷൻ നടത്തുക അങ്ങനെ എന്തൊക്കെ ചെയ്താൽ അതെന്താണ് പ്രൊഹിബിറ്റഡ് ആണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം. സെക്ഷൻ എന്താണ്? സെക്ഷൻ 263A ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. അത് പനീഷബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് മാറിയിട്ടുണ്ട്. എന്തായിട്ടുണ്ട്? ഭാരതീയ ന്യായ സംഹിത ആയിട്ടുണ്ട്. അതിൽ സെക്ഷൻ പറയണത് സെക്ഷൻ 186A ആൻഡ് ബി. അപ്പോൾ സെക്ഷൻ 186A ആൻഡ് ബി പ്രകാരം എന്താണ് ഒരു ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ശിക്ഷാർഹമാണ്. Then, reproduction of stamp is however allowed for illustration purpose in an philatelic publications or in an article or section relating only to postage stamps which may appear in a publication or a general character. പിന്നെ നമുക്കൊരു കണ്ടീഷൻ പറയാനുണ്ട്. നമുക്ക് എന്താണ് ഫിലാറ്റലിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റും സ്റ്റാമ്പ്. പക്ഷേ അതിൽ കണ്ടീഷൻ പറയുന്നത് എന്താണ്? സച്ച് പ്രൊഡക്ഷൻ ഹവർ മസ്റ്റ് ഓൺലി ബി ഇൻ ബ്ലാക്ക്. അത് എന്ത് കളറായിരിക്കണം? ബ്ലാക്ക് കളറിലായിരിക്കണം ആ സ്റ്റാമ്പ് നമ്മൾ റീപ്രൊഡക്ഷൻ നടത്തേണ്ടത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ്സ് പറയണത് ക്ലോസ് എത്രയാണ്? ക്ലോസ് 14 ആണ്. മുമ്പ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം IPC പ്രകാരം 263A ആയിരുന്നു എന്ത് ശിക്ഷാർഹം. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത് സെക്ഷൻ 186A ആൻഡ് ബി പ്രകാരം ശിക്ഷാർഹമാണ്. ദെൻ നമുക്ക് റീപ്രൊഡക്ഷൻ നടത്താൻ എങ്ങനെ? ഫിലാറ്റലിക് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ അത് എന്ത് കളറായിരിക്കണം? ഇൻ ബ്ലാക്ക് കളർ. സോ അപ്പം ഞാൻ ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ്. ക്ലോസ് 12 പറഞ്ഞു, 13 പറഞ്ഞു ആൻഡ് 14 പറഞ്ഞു. 12 എന്തായിരുന്നു? പ്രീപേയ്മെന്റ് ഓഫ് പോസ്റ്റേജ് ഇൻ ക്യാഷ്. ദെൻ ക്ലോസ് 13 സ്പോയിൽഡ് ആൻഡ് ഡിഫീറ്റഡ് സ്റ്റാമ്പ്സ്. ദെൻ ക്ലോസ് 14 ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ്സ്. താങ്ക് യു.